ഏത് യുദ്ധത്തിലായാലും ഒരു സർപ്രൈസ് എലിമെൻ്റ് ഉണ്ടായിരിക്കുമല്ലോ. പ്രസിഡന്റ് ട്രംപ് പലപ്പോഴും വോൺ ചെയ്യുമ്പോഴൊക്കെ ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട്, അങ്ങനെയാണ് ഇറാൻ്റെ ന്യൂക്ലിയർ സ്റ്റേഷൻസ് തകർത്തത്. ഞാൻ ഒരാഴ്ചക്കകം തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അദ്ദേഹം ചെയ്തു. അപ്പോൾ എലിമെൻ്റ് ഓഫ് സർപ്രൈസ് എല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വിയന്നയിൽ ചർച്ചകൾ നടന്നു. ഇനി മൺഡേ ചർച്ചകൾ തുടരും എന്നായിരുന്നു സൂചന. അപ്പോൾ അതിൽ കേട്ടിരുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ കാര്യങ്ങളിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ നടത്തും എന്നാണ്. അതിന് പകരമായി അമേരിക്കയ്ക്ക് ചെയ്യേണ്ടത് സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുക മാത്രം മതി. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമല്ല. ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്താൽ ന്യൂക്ലിയർ കരാറുണ്ടാകും എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആവശ്യത്തിന് ഉള്ളതായിരിക്കാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ആ ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു ഇറാൻ എന്നാണ്. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്രായേലും അമേരിക്കയായിട്ട് ഒരു വ്യത്യാസമില്ല. പക്ഷേ അവർ ഇസ്രായേലിനെ അയച്ചതിൻ്റെ അർത്ഥം ഇതൊരു കംപ്ലീറ്റ് യുദ്ധമല്ല ഇപ്പോൾ എന്നുള്ളതാണ്. ഇസ്രായേൽ ഒരു വാർണിംഗ് ഷോട്ട്സ് എന്ന മറ്റിലാണ്. കാരണം അവിടെയുള്ള വലിയ അർമാഡ വാർഷിപ്സുകളൊക്കെ അവിടെ കളക്ട് ചെയ്തിരിക്കുകയാണല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. അപ്പോൾ അമേരിക്കയുടെ ഫുൾ പവർ അവിടെ അവൈലബിളാണ്. അപ്പോൾ അത് ഉടനെ ഉപയോഗിക്കാതെ മൺഡേയിലെ ചർച്ചകൾക്ക് കുറച്ച് സ്പീഡ് കൂട്ടാൻ വേണ്ടി ഇസ്രായേലിനോട് പറഞ്ഞിട്ട് ഇസ്രായേൽ ആക്രമിച്ചതായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനേക്കാളും ഇപ്പോഴുള്ള അപകടം എന്ന് പറയുന്നത്, ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കൻ ലാൻഡിനെ അല്ല. ഉദ്ദേശിക്കുന്നത് ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളാണ്. അവിടെ അമേരിക്കക്കാരും ധാരാളമുണ്ട്, അതുപോലെ അവരുടെ സൈനിക ശക്തിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അമേരിക്കൻ ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇസ്രായേലിനെ അയച്ച് യുദ്ധം ചെയ്യിച്ചിട്ട് മൺഡേ സമാധാനം നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഫുൾ ഫ്ലെഡ്ജ് വാർ തുടങ്ങാമെന്നായിരുന്നിരിക്കാം അവരുദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നിവൃത്തിയില്ല. കാരണം ഈ ബഹ്റൈനിലായാലും UAE-യിലായാലും ഖത്തറിലായാലും ഒക്കെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ അവരെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വലിയ യുദ്ധത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറാനിലെ ഭരണം മാറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നാണ്. അതിപ്പോഴാണ് ആദ്യമായിട്ടാണ് പറയുന്നത്. ഇതുവരെ ന്യൂക്ലിയർ അഗ്രിമെൻ്റ് വേണം, അല്ലെങ്കിൽ മിസൈലിനെ കൺട്രോൾ ചെയ്യണമെന്നാണ്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത് ആ അധികാര കേന്ദ്രങ്ങളെ മുഴുവൻ തകർത്തിട്ട് ഇറാനിലെ ആളുകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ അദ്ദേഹം തുടങ്ങിയത് തന്നെ. ഇറാനിലെ ആളുകളെ വധിക്കുന്നു, അല്ലെ അവരെ കഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആദ്യം ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞത്. അവരുടെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അതെല്ലാം മാറി, ഇങ്ങനെ ഗോൾഫ് പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുമല്ലോ യുദ്ധം തുടങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിലാണ്. എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് യാതൊരു തീർച്ചയുമില്ല. പ്രസിഡന്റ് ട്രംപ് തന്നെ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് സാധനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നത് ഇതൊരു നീണ്ട യുദ്ധമാവുകയില്ലെന്നും മറ്റു രാജ്യങ്ങളിൽ ഉൾപ്പെടുകയില്ലെന്നുമാണ്. ഇറാന്റെ തിരിച്ചടി അതിശക്തമായ രീതിയിലാണ്, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണല്ലോ. അല്ല, ഇറാൻ്റെ തിരിച്ചടി അമേരിക്കയിൽ എത്താനൊപ്പമില്ലല്ലോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ആ ഗൾഫ് രാജ്യങ്ങളൊക്കെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. അപ്പോൾ എന്നാലും അവരെ ഉപദ്രവിക്കാതെ അവിടെയുള്ള അമേരിക്കൻസിനെ കൊല്ലുകയും അതുപോലെ അവരുടെ മിലിറ്ററി സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു നടപടിയായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, അവിടുത്തെ രാജ്യം ഭരണം മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന്. പരിമിതമായ ആക്രമണം എന്നാണ് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നത്. ഇറാൻ ശക്തമായി തിരിച്ചടിച്ച സാഹചര്യത്തിൽ വലിയ യുദ്ധമാകുമോ? ഇപ്പോഴതുവരെ ആയിട്ടില്ല. കാരണം ഒരു മാസീവ് അറ്റാക്കൊന്നും നടത്തിയിട്ടില്ല. അവർ ഐഡൻറ്റിഫൈ ചെയ്ത് US ആർമി ക്യാമ്പ്സിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ യുദ്ധമാകണമെന്നില്ല. കാരണം ഇറാൻ ആ രാജ്യങ്ങളെയും രക്ഷിക്കണമെന്ന് കാണുമല്ലോ, അവരുടെ മുസ്ലിം ബ്രദർഹുഡിലുള്ള രാജ്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ടൊരു ലിമിറ്റഡ് സ്ട്രൈക്ക് ഓൺ അമേരിക്കൻ പൊസിഷൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനി വികസിക്കുമോ എന്ന് നമുക്കൊന്നും പറയാൻ കഴിയുകയില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ എയർബേസുകളെ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. തിരിച്ചടി അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അത് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിച്ച് കാണും. കാരണം ഇറാൻ അമേരിക്കയെ പോയി യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമേരിക്കക്കാരെ ഇവിടെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാവുമ്പോൾ
അവർക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അതാണ് അവരിപ്പോൾ എക്സസൈസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അമേരിക്കൻ വാർഷിപ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല, അവർ ഷൂട്ട് ചെയ്യുന്നൊന്നുമില്ല. കുറേ പ്ലെയിൻസ് മാത്രമേ ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളൂ. അമേരിക്ക കൂടി ഇനി ഉടൻ ഇറാനെ ആക്രമിക്കും. അത് ഡിപ്പെൻസ്, അടുത്ത ആഴ്ചത്തെ ചർച്ചകൾ എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അവർക്ക് മടിയൊന്നുമില്ല, അവർ അതിന് തയ്യാറാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ ഈ ആണവ കാര്യത്തിൽ ഒരു കൺസെഷൻ കൊടുക്കും എന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. അതായിരുന്നു നമ്മുടെ എല്ലാം പ്രതീക്ഷ. പക്ഷെ അതെന്താണ്, ഇപ്പം യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യരുതാണ് അവർ പറയുന്നത്, അമേരിക്ക ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഇറാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. കാരണം ഈ ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോഴാണ് അവർക്ക് കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്നത്. അപ്പോൾ പണ്ട് മുതൽ തന്നെ ഇറാൻ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് യുദ്ധം ചെയ്യാനല്ല, ഡിഫെൻഡ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ DPRK കൊറിയ ചെയ്യുന്ന പോലെ അവരെ ആരും ആക്രമിക്കാത്തത് ആണവായുധങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ഒരു കേപ്പബിലിറ്റിയാണ് ഇപ്പോൾ ഇറാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള യുദ്ധ സാമഗ്രികളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഇറാൻ ആഗ്രഹിക്കും. അതില്ലാതെ അമേരിക്ക പിൻവാങ്ങുമോ എന്ന് അറിയുകയും വയ്യ.